കുടുംബത്തിൻ്റെ രാഷ്ട്രീയം എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ ഇരുന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുന്നു, ഇവൻ എന്തൊക്കെ ഉണ്ടാക്കി പറയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പോലെ. അല്ല, പല സിനിമകളിലും അല്ലെങ്കിൽ ഹരീഷേട്ടൻ്റെ പല സിനിമകൾ കാണുമ്പോഴും അതിലെ തിയേറ്ററിക്കലായിട്ടുള്ള എലമെന്റ്സ് ഭയങ്കര രസകരമായിട്ടാണ് ഹരീഷേട്ടൻ അതിൽ അഭിനയിക്കുക. മലയാളത്തിലെ മഹാനടൻ പറഞ്ഞത് എനിക്കൊരു ഓർമ്മയുണ്ട്, തിലകൻ ചേട്ടല്ലേ, അത് എഴുതി വാങ്ങിയും അത് എനിക്ക് ഏറ്റവും വലിയ അംഗീകാരമാണ് ഞാൻ എപ്പോഴും തോന്നുന്നത്. അപ്പൊ ഞങ്ങള് നാടകത്തിൽ തന്നെ പെർഫോം ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ഒക്കെ ഹരീഷേട്ടൻ്റെ ഒരു ബാധ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിലേക്ക് വരാറുണ്ട്. പല ഡയലോഗ്സ് പറയുമ്പോഴും ഒക്കെ ഈ ഭൂമിന്റെ പേരാണ് നാടകം. നമസ്കാരം. ഈ രണ്ട് പേരെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇടങ്കയും ഒരു വലങ്കയും പോലെയുള്ള രണ്ട് സുഹൃത്തുക്കളാണ്. കബനി ഇതിലൊരു ഗംഭീര വേഷം ചെയ്തിട്ടുണ്ട്, വല്ലി. ഇത് വിജേഷ്, കബനിയുടെ ഹസ്ബൻഡാണ്. വിജേഷിനെ വളരെ ചെറുപ്പം മുതലേ പരിചയമുള്ള ഒരാളാണ് ഞാൻ താമസിച്ച ചാലപ്പുറത്തായിരുന്നു, ഞാൻ ജനിച്ചു വളർന്ന ചാലപ്പുറം. അതിൻ്റെ കുറച്ചപ്പുറത്ത് പുതിയ പാലത്ത് അവിടെയാണ് വിജേഷിൻ്റെ വീട്. അപ്പോൾ ചെറുപ്പത്തിലേ എന്നെയൊക്കെ നാടകം കളിക്കാൻ, ഞങ്ങളുടെ നാടകം കാണാൻ ഒരു സൈക്കിൾ എടുത്ത് ടൗൺ ഹാളിൽ വരുന്ന ഒരു പാർട്ടി. അന്ന് ചെറിയ പയ്യനാണെന്ന്. അപ്പോൾ അന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും അങ്ങോട്ട്. അന്ന് ഞങ്ങൾക്ക് സാധാരണ സമയത്ത് കുറച്ച് പൈസയൊക്കെ കിട്ടുന്ന സമയമാണ്. പക്ഷെ എന്നാലും ഇവൻ വിളിക്കുമ്പോൾ ഞങ്ങൾ പോകും. അധികം പൈസ ഒന്നും കിട്ടില്ല ചേച്ചി, അങ്ങനെയാണ്. എന്നാലും ഇവൻ്റെ ആ വിളിയിലുള്ള ഒരു സ്നേഹം വല്ലാതെ ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ വിജേഷിനെ എങ്ങനെ പരിചയപ്പെടുത്തിയ പോരാ, എന്നെ അറിയുന്നവർക്കെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ കായംകുളം കൊച്ചുണ്ണിയിൽ പാടിയ പാട്ടുകളിൽ 90%, 10% ഞാൻ മാറ്റി വയ്ക്കുന്നു, അത് വേറെയും കുറേ ആളുകളുണ്ട്. ഈ 90% പാട്ടുകളും വിജേഷ് എഴുതിയ പാട്ടുകളാണ്, വിജേഷിൻ്റെ പാട്ടുകളാണ്. അതിന് എനിക്ക് അവനോട് സമ്മതം ചോദിക്കേണ്ട പാടാൻ. അതെല്ലാ കാലത്തും അങ്ങനെയാണ്. ചില ആളുകളൊക്കെ ഇപ്പോഴും ഞാൻ അവൻ്റെ പാട്ടൊക്കെ ഫേസ്ബുക്കിൽ എഴുതുമ്പോൾ വളരെ സൗഹൃദമുള്ള ചില സുഹൃത്തുക്കളോടൊക്കെ ഞാൻ തെറ്റിയിട്ടുണ്ട്. ഇത് വിജേഷിൻ്റെ പാട്ടല്ലേ, ഞാൻ അത് പാടാൻ എനിക്ക് അവൻ്റെ സമ്മതം വേണ്ട സുഹൃത്തേ എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു സൗഹൃദമാണ്. രാത്രി 2 മണിക്കാണ് 2 വരി കിട്ടിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കുക. അപ്പോൾ ഞാൻ ഇവനാകുമ്പോൾ ഫോൺ എടുക്കും. 2 മണിയായാലും 3 മണിയാണെങ്കിലും ഫോൺ എടുക്കും. അത് അത്രയും നമ്മളെ ഹൃദയത്തിലേക്ക് അത്രയും ആവേശിക്കുന്ന വരികളായിരിക്കും. ഈ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം പറയാം. കബനി ഇതിലൊരു ഗംഭീര വേഷം ചെയ്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കബനിയുടെ ഒരു പോസ്റ്റർ വന്ന സമയത്ത് ഞാൻ വിജേഷിനും അയച്ചു കൊടുത്തു, കബനിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ വിജേഷ് ആ സമയത്ത് ഈ സിനിമയെപ്പറ്റി എന്നെ തിരിച്ച് വിളിച്ചിട്ടൊരു പാട്ട് എഴുതി. നമുക്ക് ആ പാട്ടിന്ന് തുടങ്ങാം. ദാസേട്ടൻ്റെ സൈക്കിൾ എന്ന വരി കേട്ടപ്പോൾ തന്നെ വിജേഷ് എനിക്കൊരു പാട്ട് പാടി തന്നു. ആ പാട്ടിൽ നിന്ന് തന്നെ വിജേഷ് ആരംഭിക്കാം. Sodavela bem, yelegalenga se yelegarava. വട്ടത്തിൽ ചവിട്ടിട്ട് ഓടുന്ന വണ്ടിയേതാ, വട്ടത്തിൽ ചവിട്ടിട്ട് ഓടുന്ന വണ്ടിയേതാ, നിങ്ങളോ നമ്മളോ നിങ്ങളോ, നമ്മളോ ఎలగల వాసతగి ఎలగడం బాపరవి అడగలంగే చల్లగి ఎలగలంగదా ആ വണ്ടീനെ തനിച്ചാക്കി മണ്ടുന്നതാരടോ, വണ്ടീനെ തനിച്ചാക്കി മണ്ടുന്നതാരടോ, എങ്ങനെയും പോവാം എവിടേക്കും പോകാം, എവിടേക്കും പോകാം. ആ വണ്ടീനെ തനിച്ചാക്കി മണ്ടുന്നതാരടോ, വട്ടത്തിൽ ചവിട്ടിട്ട് മണ്ടുന്ന വണ്ടേതാ. ഇത് നമ്മളെ കോഴിക്കോടിൻ്റെ അപൂർവതയാണോ എന്ന് എനിക്കറിയില്ല. അത് കാരണം നമ്മളെ മരിച്ചുപോയ ഗിരീഷ് ഏട്ടൻ എങ്ങനെയായിരുന്നു, ഗിരീഷ് ഏട്ടനായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം അതല്ലാതെ സംഗീത സംവിധായകരും പറഞ്ഞു കേട്ട ധാരാളം കഥകളുണ്ട്, നിങ്ങൾക്കും അറിയാമത്. ഈ എന്തെങ്കിലും ഒരു സന്ദർഭം പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് അത് പാട്ടാക്കി മാറ്റുന്ന ആ ഒരു കോഴിക്കോടൻ പാരമ്പര്യം
അത് നാടകഗാനങ്ങളിലൂടെ തിയേറ്റർ സോങ്സിലൂടെ വിജേഷ് അത് നിലനിർത്തുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷവും ആ കോഴിക്കോടൻ ഭംഗിയും. ഇനി കബനിയിലേക്ക് തന്നെ വരാം. കാരണം ഇവരായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. കബനി, ഈ സിനിമയിലൊരു നല്ല രസമുള്ളൊരു ഡയലോഗുണ്ട്. അതായത്, നിന്റെ പൂക്കൾക്ക് നല്ല മണമാണ്, അതുകൊണ്ട് തന്നെ നിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓർമ്മയുണ്ടോ അത്? അപ്പോൾ കബനിയെ ഒന്ന് പറയൂ ഇതിലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. ഞാൻ ഒന്നാമത് എനിക്ക് ഹരീഷേട്ടൻ്റെ കൂടെ അഭിനയിക്കുക എന്നുള്ളത് ഒരുപാട് വർഷമായിട്ടുള്ളൊരു മോഹമായിരുന്നു. നാടകം ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം കേട്ടോ, വലിയ സിനിമ ചെയ്യണം എന്നുള്ള അതിമോഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴേക്കും ഹരീഷേട്ടൻ വലിയ 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 ആർട്ടിസ്റ്റായി. പിന്നെ തെലുങ്കിലും തമിഴിലും വലിയ ഫുൾ വലിയ വലിയ പ്ലാറ്റ്ഫോമിലായി കാണുന്നത്. പിന്നെ ഐശ്വര്യതി സിനിമ ഞാൻ കണ്ടത് ഒരു OTT പ്ലാറ്റ്ഫോമിലാണ്. അന്ന് ഞങ്ങൾ വേറൊരു സിനിമയുടെ ലൊക്കേഷനിലായ സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച്, ഞാനും നിർമ്മലേട്ടനൊക്കെ ഒരുമിച്ചാണ് സിനിമ കണ്ടത്. അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അയ്യോ ഇതൊക്കെ ഈ സിനിമയൊക്കെ ഒന്ന് തിയേറ്ററിൽ കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. അങ്ങനെ ഈ സിനിമയിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര വണ്ടറായി. എനിക്ക് ഒന്നാമത് പിന്നെ ഹരീഷേട്ടൻ്റെ കൂടെ അഭിനയിക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു ഏറ്റവും കൂടുതൽ. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന വലിയ കാര്യമാണല്ലോ. പിന്നെ ഞങ്ങൾ പല സിനിമകളിലും അല്ലെങ്കിൽ ഹരീഷേട്ടൻ്റെ പല സിനിമകൾ കാണുമ്പോഴും അതിൽ തിയേറ്ററിക്കലായിട്ടുള്ള എലമെൻറ്റ്സ് ഭയങ്കര രസകരമായിട്ടാണ് ഹരീഷേട്ടൻ അതിൽ അഭിനയിക്കുക. അപ്പോൾ ഞങ്ങൾ നാടകത്തിൽ തന്നെ പെർഫോം ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒക്കെ ഹരീഷേട്ടൻ്റെ ഒരു ബാധ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിലേക്ക് വരാറുണ്ട്. പല ഡയലോഗ്സ് പറയുമ്പോഴും ഒക്കെ പിന്നെ മുരളി ഗോപി പാടിയിട്ടുള്ള പാട്ട് കവിതയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പല സീൻസുകളും ബ്ലോക്ക് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. എന്നൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ ജേട്ടൻ കറക്റ്റ് പറഞ്ഞു തരുമായിരുന്നു, അവിടത്തേക്ക് നോക്കി അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരും, അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അഖിലേട്ടനും ചേട്ടനും നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയൊരു കഥാപാത്രമാണെങ്കിലും സിനിമയിൽ അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഹരീഷേട്ടൻ നേരത്തെ പറഞ്ഞ ഡയലോഗ്സിന്റെ ആ സീക്വൻസ് വന്നപ്പോഴാണ് ശരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കഥാപാത്രം. ഞാൻ ഈ സിനിമ പലതവണ കണ്ടു കഴിഞ്ഞു. അതെല്ലാം കഥ കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കഥാപാത്രമാണ്. അതിനെ തന്നെ അഖിലും ഞാനും കൂടി വളരെ ആദ്യം ആലോചിച്ചിട്ടാണ് കബനിയെ വിളിക്കുക തന്നെ ചെയ്തത്. അത് കബനിയുടെ കാര്യത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നൊക്കെ കുറേ ആലോചിച്ചു, തിരിച്ചു മറിച്ചാണ് അവസാനം ബല്ലിയിലേക്ക് തന്നെ എത്തുന്നത്. അപ്പോൾ അത് വളരെ ശക്തമായൊരു കഥാപാത്രം കബനി ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ മീൻസ് ഡബിങ് സെഷനിൽ മാത്രമേ നമ്മളത് കാണുന്നത്. പക്ഷെ അത് ഓവറോൾ സിനിമേനെ എങ്ങനെ അത് ആവുന്നുള്ളത് അറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമാണ്, സിനിമയിലൊന്നും നമുക്കൊരു ത്രൂ ഔട്ട് വേഷം കിട്ടാറില്ല ഹരീഷേട്ട. എന്നിട്ട് വിജയശേട്ട എങ്ങനെ പറയും, നീ പഠിക്കണം, ആക്ടിങ് ഇതാക്കണം, അങ്ങനെ ഓരോ ഒബ്സർവ് ചെയ്യണം. ഞാൻ പറയും, വിജയശേട്ട ഒരു കഥാപാത്രം നമുക്ക് നല്ലൊരു കഥാപാത്രം ത്രൂ ഔട്ട് വേഷം ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാ രീതിയിലും സിനിമ എന്ന് പറയുന്നത്, പഠിക്കുക എന്ന് പറയുന്നത് എപ്പോഴും എക്സ്പീരിയൻസ് ഒരു ഘടകമാണ്. ത്രൂ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് തിയേറ്ററിനെ പോലെയല്ല. അതിന് ടെക്നിക്കലായിട്ട് ഒരുപാട് ഭാഗങ്ങൾ, ഇമോഷൻസ് പെട്ടെന്ന് കട്ടാവണു, ആക്ഷൻ പറയുന്നു, കട്ട് പറയുമ്പോൾ അതിനിടയിലുള്ളൊരു കളിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത്. പിന്നെ ക്യാമറ ചെയ്ത അവരൊക്കെ നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് രാഹുൽ ഒരുപാട് എത്രയോ മുമ്പേ ഞങ്ങളൊക്കെ പരിചയമുള്ള. ഞാൻ ആദ്യമായിട്ടിപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് മോളായതിനു ശേഷം ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്യാമറ ചെയ്തത് രാഹുലായിരുന്നു. അപ്പം അന്ന് നമ്മളിങ്ങനെ സംസാരിക്കുകയായിരുന്നു, എങ്ങനെയാണ് അപ്പം ഇങ്ങനെയൊരു വേഷം കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ത്രൂ ഔട്ട് വേഷങ്ങൾ കിട്ടിയാൽ മാത്രമേ നാടകത്തിൽ. കബനിയുടെ കൂടെ ഒരു സഹ നടൻ ഉണ്ടായിരുന്നല്ലോ, ഒരു കാളി, ഓർമ്മയുണ്ടോ അയാളെ? ഓ, കാളിയെ ഞാനിപ്പോ കണ്ടു. ഈ സിനിമയില് സിനിമ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളൊരു നാടക ക്യാമ്പൊക്കെ പോലെ ഭയങ്കര ഒരു സൗഹൃദം ഉണ്ടായിരുന്നു, പരസ്പരം. ഞാനതിൽ ശ്രദ്ധിച്ചെന്താ വെച്ചാൽ സാധാരണ കാളിയും ഞാനും കൂടെ ഒന്നിച്ചാണല്ലോ വരിക. അപ്പൊ കാളിയും ഞാനും വന്നിട്ടുമ്പോൾ കബനി വേഷമൊക്കെ മാറി വലിയായിട്ട് ഇരുന്നിട്ടുണ്ടാവും. അപ്പൊ കാളി എപ്പോഴും കബനീനെ കാണുന്നത് വലിയായിട്ടാണ്. ഒരു ദിവസം കബനി ഡ്രസ്സ് മാറി ജീൻസൊക്കെ ഇട്ട് പോകുമ്പോഴാണ് കാളി ഇങ്ങനെ വണ്ടറടിച്ച് നോക്കുന്നത്. അന്ന് കബനി ഒരു ഡയലോഗ് അടിച്ചു. നല്ല മെമ്മറി അല്ലേ, പല കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് ഞാൻ പറഞ്ഞ അവനോട്, അതാണ് ഒരു ആക്ട്രസ് എന്ന് പറഞ്ഞ സാധനം. അത് ഇങ്ങനെ നീ ഒരു കഥാപാത്രമായിട്ട് മാത്രം കണ്ട് ശീലിച്ചപ്പോൾ നീ വിചാരിച്ചു അയാൾ അങ്ങനെ തന്നെയാണെന്ന്. പക്ഷെ അതല്ല, അയാൾക്ക് വേറൊരു സംഭവം ഉണ്ട് എന്ന്, അയാൾ ഇത് മാറി വന്നൊരു പ്രതിരൂപമാണെന്നും തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് തന്നെ ഞാൻ അവൻ്റെ ഇതിനെ പറ്റി കളിയാക്കി പറയല്ല, മറിച്ച് അത് കബനിയുടെ ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊരാളായി മാറാനുള്ള ഒരു സാധ്യതയെ സൂചിപ്പിച്ചു എന്ന് മാത്രം. വിജേഷേ,
എന്താണ് ഒരു പാട്ട് പാടി നിർത്തിയാൽ മതിയോ? നിന്നെ കൊണ്ട് ഞാൻ വർത്താനം പറയിപ്പിക്കില്ല, വെറുതെ പാട്ട് കൊണ്ട് പാടിപ്പിക്കാൻ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ പോയാൽ പറ്റില്ല, ഇറക്കൊന്ന് വർത്താനം പറയണ്ടേ. എന്താണ് ഇപ്പോൾ ഭാര്യൻ്റെ ഈ കഥാപാത്ര ഈ ഇതിൽ എന്താണ് അഭിപ്രായം പരകായ പ്രവേശത്തിൽ? പോസ്റ്റർ കാണുമ്പോഴാണ് എനിക്കത് മനസ്സിലാകുന്നത്. ക്യാരക്ടറിന്റെ അത് ഫസ്റ്റ് പോസ്റ്ററിൽ വരുന്നുണ്ടല്ലോ അല്ലേ, നല്ലൊരു ഫീലിംഗ് ആയിരുന്നു ആ ഇരുത്തം അല്ലേ. അതൊരു പ്രധാനപ്പെട്ട സിറ്റുവേഷനിൽ ഒരു ഇരുത്തുവാണ്. അത് നമ്മൾ എന്തൊക്കെയോ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അതിൻ്റെ ഒരു സിനിമയുടെ ക്യാരക്ടർ മനസ്സിലാവുന്നുണ്ട്, സിനിമ എന്താണ് പറയാൻ പോകുന്നത് എൻ്റെ ക്യാരക്ടർ. കാരണം ഞാനത് ചോദിക്കാൻ കാരണം വിജേഷ് ഒരുപാട് നാടകങ്ങൾ സംവിധാനം ചെയ്ത ആളാണ്. ഞാൻ അന്ന് ആദ്യം പരിചയപ്പെടുത്തിയ എൻ്റെ ചെറുപ്പകാലം മാത്രമല്ല വിജേഷുള്ളത്. വിജേഷ് അതിന് ശേഷം വളർന്ന് വലിയ തലത്തിലെത്തിയ മനുഷ്യനാണ്. ഈ അടുത്ത കാലത്ത് തന്നെ വിജേഷിൻ്റെ ഫേസ്ബുക്ക് വാച്ച് ശ്രദ്ധിച്ചു. ഗുരുവായൂരപ്പൻ കോളേജുമായിട്ടുള്ള വിജേഷിൻ്റെ നാടകബന്ധം. ആ നാടകബന്ധത്തിൽ ഈ കഴിഞ്ഞ ഇൻ്റർസോൺ കലോത്സവങ്ങളിൽ പോലും വിജേഷിൻ്റെ നാടകമാണ് ഒന്നാം സമ്മാനം നേടിയ. എത്രയോ തലമുറകൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടും ആ കോളേജിലെ നാടകാധ്യാപകൻ, ഡയറക്റ്റ് അധ്യാപകനായില്ല എങ്കിൽ പോലും നാടകം പഠിപ്പിക്കാൻ വിജേഷ് അവിടെ എത്തുന്നു എന്ന് തന്നെ വലിയൊരു അംഗീകാരമാണ് അല്ലേ വിജേഷ്? അപ്പോൾ നീ അധികം സംസാരിക്കില്ല എന്ന് എനിക്കറിയാം, എന്നാൽ സംസാരിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അടുത്ത ഒരു നല്ല പാട്ടിലേക്ക് അത് ഗുരുവായൂരപ്പൻ ക്യാമ്പസ് അഖിലിന്റെയും കൂടി ക്യാമ്പസ് ആണ് അത്. അതിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമ്പസ്. ഞാൻ നേരത്തെ ഹരീഷേട്ടൻ പറഞ്ഞ പോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളെല്ലാവരും ഞങ്ങൾ പഠനകാലത്ത് നേരത്തെ പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റർ കാര്യങ്ങൾ വെച്ച് അനിൽ ജി എസ് ഒക്കെ നമ്മൾ ഒരുമിച്ച് പഠിക്കുന്ന സമയത്തായിരുന്നു ഞങ്ങളെല്ലാ വൈകുന്നേരങ്ങളിൽ നാടകം കാണാൻ വരുന്നു. നമ്മുടെ ഏറ്റവും വലിയ നാടകത്തോട് അടുപ്പിച്ച ഒരു നാടകമായിരുന്നു അപ്പുണ്ണികളുടെ റേഡിയോ എന്ന് പറഞ്ഞ നാടകം. അത്ര നാടകം കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അതിനുശേഷം ഉണ്ടായിരുന്ന ഒത്തിരി നാടകങ്ങൾ പല വേദികളിൽ ഞാൻ പോയി കാണാറുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കൈരളി കൾച്ചർ സൊസൈറ്റിയുടെ ഒരു വാർഷികത്തിന് അന്ന് കളിക്കുമ്പോൾ ഞങ്ങൾ എൻ്റെ നാട്ടിലൊന്ന് കളിക്കുമോ, ആ കളിക്കട അന്ന് കുളൂർ മാഷും അപ്പുണ്ണി ദശേട്ടനും ഹരീഷ്പൂരാണ് വരുന്നത്. വളരെ ചെറിയൊരു 500 രൂപക്കാണ് അന്ന് അവിടെ കളിച്ചത്, നാടകം കളിച്ചത്. പിന്നീടുള്ള യാത്രകൾ എൻ്റെ പെരുത്തഭൂമിയുടെ പാടല്ലേ, പെരുത്തഭൂമി, അതിനെപ്പറ്റി ഒരു ആമുഖം വേണം. കാരണം ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് എന്ന് പറയുന്ന ഷേക്സ്പിയറിയൻ തിയറിയുടെ ഭാഗമായിട്ട് എഴുതപ്പെട്ട ഒരു പാട്ടാണത്. സത്യത്തിൽ അങ്ങനെ എഴുതപ്പെട്ട പാട്ടാണ് അത് എന്ന് പലർക്കും അറിയില്ല. പാട്ട് ആരുടേതാണെന്ന് പോലും അറിയാതെ നിരവധി ആളുകൾ പാടാറുമുണ്ട്. അതിലും ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ആ ഒരു പാട്ട് അത്രയും വൈറലായല്ലോ എന്നുള്ള. ഞാനൊക്കെ നിരവധി വേദികളിൽ വിജേഷിൻ്റെ പേര് പറഞ്ഞിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പെരുത്തഭൂമി എന്ന് പറഞ്ഞാൽ ഇന്ന് നാടകക്കാരുടെ ഒരു ദേശീയ ഗാനമാണ് അല്ലേ. നാടകത്തിൻ്റെ ഗാനം എന്ന് പറഞ്ഞ പോലെ ആദ്യം പാടാൻ നമുക്ക് തോന്നുന്നൊരു പാട്ടാണ് പെരുത്തഭൂമി. അപ്പോൾ പെരുത്തഭൂമിൻ്റെ ഒറിജിനൽ കവി തന്നെ ആ വരികൾ മൂളുമ്പോൾ അത് കേൾക്കാൻ രസമുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പാട് വിജേഷ്. ഞാൻ പാടുന്ന പാട്ടുകൾ അതിന്റെ ഇമോഷണലി ഹരീഷയുടെ ഗംഭീരമായിട്ട് പാടുണ്ട്, എന്റെ പാട്ട് കേൾപ്പിക്കാറുണ്ട്. ഇതിന്റെ പാട്ട് തന്നെ ഏതൊരു വേദിയിൽ ഹരീഷേട്ടൻ പാടിയപ്പോ മലയാളത്തിലെ മഹാനടൻ പറഞ്ഞത് എനിക്കൊരു ഓർമ്മയുണ്ട്. തിലകൻ ചേട്ടല്ലേ അത് എഴുതി വാങ്ങിയും മരിക്കുന്നതിന് കുറച്ച് മുമ്പാണ്. അതെ അല്ലേ, അത് എനിക്ക് ഏറ്റവും വലിയ അംഗീകാരമാണ് ഞാൻ എപ്പോഴും തോന്നുന്നത്. തിലകൻ ചേട്ടൻ സത്യം ഒരു ഏഷ്യാനെറ്റിൻ്റെ ഒരു വേദിയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ പാട്ട് പാടിയത്. തിലകൻ ചേട്ടനായ വരികൾ എൻ്റെ അടുത്ത് നിന്ന് എഴുതി വാങ്ങിച്ചിരുന്നു. അന്നത്തെ അത് കഴിഞ്ഞ് ആ രാത്രിയിലെ യാത്രയിലായിരുന്നു തിലകൻ ചേട്ടന് അസുഖം ബാധിക്കുന്നതും തിലകൻ ചേട്ടൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതും ഒക്കെ. അന്ന് നമ്മളെ ശരിക്കും എന്നെയൊക്കെ അനുഗ്രഹിച്ചിട്ട് പോയത്, വെറുതെ ഒറ്റയ്ക്ക് അനുഗ്രഹിക്കുകയല്ല ഉണ്ടായത്, ലോകം മുഴുവൻ കാണെ ഒരു ഏഷ്യാനെറ്റ് പോലൊരു വലിയ വേദിയിൽ വെച്ച് അനുഗ്രഹിച്ചിട്ട് പോകുമ്പോൾ അതൊരു ബാറ്റൺ കൈമാറുന്നത് പോലെ തന്നെയായിരുന്നു ഞാൻ മനസ്സിൽ കരുതി വെച്ച്. അപ്പോൾ തിലകൻ ചേട്ടൻ്റെ ഓർമ്മയ്ക്കും കൂടി വേണ്ടി ആ പാട്ട്. ഈ ഭൂമിന്റെ പേരാണ് നാടകം, പെരുത്ത ഭൂമിന്റെ ഉള്ളിൻ്റെ ഉള്ളില് ഒരു ചെറിയ ഭൂമിണ്ട്. ചെറിയ ഭൂമിയിലെ ഇത്തിരി പോന്ന മനുഷ്യന്മാർ വേഷം കെട്ടി വാക്കു പറഞ്ഞ് നടിച്ചു കാട്ടുന്നു, വേഷം നടിച്ചു കാട്ടുന്നു. ഈ ഭൂമിന്റെ പേരാണ് നാടകം, ഈ ഭൂമിന്റെ പേരാണ് നാടകം. വാക്കുകളെല്ലാം നോക്കുകളാകും,
നോക്കുകളെല്ലാം പുതുമഴയാകും ഭൂമിയിലെ നടത്തമെല്ലാം ആകാശത്തിലെ ഇടിവാളാകും ഭൂമിന്റെ പേരാണ് നാടകം ഈ ഭൂമിന്റെ പേരാണ് നാടകം. ഇതിന്റെ വേറൊരു സ്പീഡ് ഇതില്ലേ താളം. താളന്റെ ആ പെരുത്ത ഭൂമിന്റെ ഹരിശ്ചേട്ടൻ ഉള്ളിൻ്റെ ഉള്ളില് ഒരു ചെറിയ ഭൂമിയുണ്ട്, ഒരു ചെറിയ ഭൂമിയുണ്ട്. ആ ചെറിയ ഭൂമിയിലെ ഇത്തിരി പോന്ന മനുഷ്യന്മാർ വേഷം കെട്ടി വാക്ക് പറഞ്ഞ് നടിച്ചു കാട്ടുന്നു. ഈ ഭൂമിന്റെ പേരാണ് നാടകം, ഈ ഭൂമിന്റെ പേരാണ് നാടകം. വാക്കുകളെല്ലാം തീക്കനലാകും തകൃത തകൃത തകൃത, നോക്കുകളെല്ലാം പുതുമഴയാകും തകൃത തകൃത തകൃത. വാക്കുകളെല്ലാം തീക്കനലാകും, നോക്കുകളെല്ലാം പുതുമഴയാകും. ഭൂമിയിലെ നടത്തമെല്ലാം ആകാശത്തിലെ ഇടിവാളാകും. ഭൂമിന്റെ പേരാണ് നാടകം, ഈ ഭൂമിന്റെ പേരാണ് നാടകം. ആ പെരുത്ത ഭൂമിന്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ചെറിയ ഭൂമിയുണ്ട്, ഒരു ചെറിയ ഭൂമിയുണ്ട്. ആ ചെറിയ ഭൂമിയിലെ ഇത്തിരി പോന്ന മനുഷ്യന്മാർ വേഷം കെട്ടി വാക്ക് പറഞ്ഞ് നടിച്ചു കാട്ടുന്നു. വാശി പിടിച്ചും കരഞ്ഞു പിടിച്ചും മനസ്സ് കാട്ടുന്നു, മനസ്സേ തുറന്ന് കാട്ടുന്നു. ഈ ഭൂമിന്റെ പേരാണ് നാടകം, ഭൂമിന്റെ പേരാണ് നാടകം. ഓക്കെ, പിന്നെ ഇങ്ങനെ അടുത്ത് കിട്ടിയപ്പോഴേ പിന്നീട് ആ പാട്ട് ഒരു സീരിയലിന് വേണ്ടി തന്നെ ഒരു പാട്ട്, എന്റെ ഒരു പാട്ട് ഹരിശ്ചേട്ടനെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? അല്ലേ? രാജ്യമില്ലാത്ത യാത്രാത്തുന്ന പാട്ട്. അയ്യോ, അത് ഗംഭീര അനുഭവമാണ് കേട്ടോ. നമ്മള് സിനിമേനെ പറ്റി തന്നെയാണ് ഇതും കൂടി പറയണല്ലോ. അതായത് ആ ഒരു സീരിയലിന്റെ ടൈറ്റിൽ സോങ്, ആ സീരിയലിന്റെ കഥ കേട്ടപ്പോൾ ഇവൻ്റെ ഒരു പാട്ടുണ്ട്, അപ്പം അത് വെറുതെ ഒന്ന് മൂളിക്കൊടുത്തു എൻ്റെ സംവിധായകൻ. അപ്പോൾ ആ മ്യൂസിക്കിൻ്റെ ചർച്ച നടക്കുകയാണ് കൊച്ചിൻ ടവറിൽ വെച്ച്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് ആരതാണിത് സാർ? ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെയാണ്. അപ്പോൾ അയ്യോ, എന്നാൽ അയാളൊന്ന് കിട്ടണം, നാളെ നമുക്ക് ഇത് ചെയ്യാം, അയാൾക്ക് റൂം ബുക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കൊച്ചിൻ ടവർ റൂം ഞാൻ അവനെ വിളിച്ചു. ഞാനിവിടെ തൃശ്ശൂർ നാടകങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ നല്ല ചീത്ത പറഞ്ഞു, നല്ല നല്ല വാക്കുകൾ പറയാൻ എനിക്ക് അറിയാലോ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ വന്നേ പറ്റൂ പറഞ്ഞ എന്നെ കൊല്ലും തന്നു. അങ്ങനെ എന്നെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. രാവിലെ എത്തി, രാവിലെ കൊച്ചിൻ ടവറിൽ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സംഗീത സംവിധായകൻ റെഡിയാണ്, എല്ലാം റെഡിയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു ലെങ്ത്ത് എത്ര പോരാ, കുറച്ചുകൂടി. അപ്പോൾ അങ്ങനെ ഒരു വരികളുടെ പേപ്പർ എടുത്തൊരു 4 വരി ഇങ്ങനെ ഗിരീഷേട്ടനെ പോലെ തന്നെ ഒരു എഴുത്തുണ്ടായിരുന്നു. അത് ഓക്കെ ആയിരുന്നു. അപ്പം അത് മുഴുവൻ സോങ്ങും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണല്ലേ രാത്രിയാണ് നമ്മൾ പിരിയുന്നത്. അപ്പോൾ ആ പാട്ട് ഫ്രാങ്കോ ആണ് പാടിയത്. യാതാരാതാ യാതാ യാരാ യാരാ താരാതാ യാതാരാതാ യാതാ യാരാ യാരാ താരാതാ യതാര നാരാ യാരാതാ യതാര നാരാ യാരാ താരാതാ യാതാരാതാ യാതാ യാരാ യാരാ താരാതാ. രാജ്യമില്ലാത്തൊരു രാജകുമാരൻ, ഭ്രാന്തൻ രാജകുമാരൻ, കറുത്ത കുതിര പുറത്തു കയറി ഓടി ഓടി വരുന്നേ, ഹൃദയം നിറയെ സ്നേഹം നിറച്ച് ഓടി ഓടി വരുന്നേ.
യാ താരാത്താ യാത്താ യാരാ യാരാ താരാത്താ താരെ നാര യാരാത്ത താരെ നാര യാരാ താരാത്ത യാ താരാത്താ യാത്താ യാരാ യാരാ താരാത്താ നീ നിന്റെ സൂര്യനെ നീട്ടിയെറിഞ്ഞ് നീ നിന്റെ സൂര്യനെ നീട്ടിയെറിഞ്ഞ് നിന്നിലേക്കുള്ള വഴി കാണിക്ക് അവന്റെ ഭ്രാന്തേറ്റുവാങ്ങുക അവന്റെ ചുംബൻ ഏറ്റുവാങ്ങുക യാ താരാത്താ യാത്താ യാരാ യാരാ താരാത്താ നീ നിന്റെ സൂര്യനെ ഏറ്റുവാങ്ങുക, അവന്റെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങുക, അവന്റെ ഭ്രാന്തേറ്റുവാങ്ങുക. നീ നിന്റെ സൂര്യനെ നിന്നിലേക്കുള്ള വഴി കാണിക്കൂ അവന്റെ ഭ്രാന്തേറ്റുവാങ്ങൂ അവന്റെ ചുംബനമേറ്റുവാങ്ങുകയാ താരാത്താ യാത്തര താരാ യാത്താര യത്തര താരാ യാത്താരാ താരാ. അപ്പൊ ഇതാണ് ഈ ദമ്പതികളുടെ ജീവിതം. ഇവരെ വീട്ടിൽ താമസിക്കുന്നത് രസമായിരിക്കും അല്ലേ? എൽസിച്ചി ഇടയ്ക്കുമ്പോ പോണ്ടേ ഇവിടെ വീട്ടിൽ പോയിട്ട്? ഇതാണ് ദാസേട്ടന്റെ സൈക്കിൾ. ഇങ്ങനെയുള്ള ഒരു വീടാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. ആ സ്വപ്നമാണ് ദാസേട്ടന്റെ സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിന്റെ രാഷ്ട്രീയം എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ ഇരുന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുന്നു, ഇവൻ എന്തൊക്കെ ഉണ്ടാക്കി പറയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പോലെ. അല്ല, ഇത് കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. നമ്മുടെ എല്ലാ വിപ്ലവങ്ങളും എന്ന് ഉറക്കെ പറയുന്ന കുടുംബത്തിൻ്റെ രാഷ്ട്രീയം പറയുന്ന സിനിമ തന്നെയാണ്. അത് വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായിട്ട്, ഇത് ഞാൻ കുളൂർ സാറിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ച ഒരു ടെക്നിക്ക് തന്നെയാണ്. ഏറ്റവും വലിയ കാര്യങ്ങൾ ഏറ്റവും പ്രാദേശികമായിട്ട് പറയുക, ലോകോത്തരമായ കാര്യങ്ങൾ പ്രാദേശികമായിട്ട് പറയുക എന്ന് പഠിപ്പിച്ച ആ ഗുരുവിനെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ ദാസേട്ടൻ്റെ സൈക്കിൾ എന്ന സിനിമ ഈ മാർച്ച് 14 റിലീസാകുമ്പോൾ എല്ലാവരും കുടുംബസമേതം തന്നെ വന്ന് കാണുക എന്ന് പറയുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യം. ഇതിൽ പങ്കെടുത്തവരും കുടുംബങ്ങൾ ഒഴിവാക്കി വരരുത്. ഈ സിനിമയിൽ പങ്കെടുത്തവരും കുടുംബങ്ങളുമായിട്ട് വന്ന് ചേർന്ന്, കാരണം കുടുംബത്തിൻ്റെ രാഷ്ട്രീയം കുടുംബത്തിൽ തന്നെയാണ് എല്ലാം തുടങ്ങേണ്ടത്. എന്തെങ്കിലും പറയണ്ടോ വിജേഷേ? സന്തോഷം, വളരെയധികം സന്തോഷം. എല്ലാവരും ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കണം. നല്ലൊരു സിനിമയാണ്. നല്ലൊരു കൂട്ടായ്മയുടെ ഒരു വിജയമായിട്ട് അഖിലേട്ടൻ്റെ ഈ സിനിമ മാറണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും വരണം, കാണണം. കൂട്ടുണ്ടാക്കാൻ എളുപ്പല്ല, നല്ല കൂട്ടത്തിൽ ചേരാൻ എളുപ്പല്ല. കൂട്ടുണ്ടാക്കാൻ എളുപ്പല്ല, നല്ല കൂട്ടത്തിൽ ചേരാൻ എളുപ്പല്ല. കൂട്ടത്തെ കൂട്ടിപ്പിടിച്ച് നേരിനു വേണ്ടി കൂവി വിളിക്കാൻ എളുപ്പല്ല, അത്ര എളുപ്പല്ല. ചോറിന് വേണ്ടോടിന് ചിലർ ചോറിന് വേണ്ടോടിന് ചിലർ ചോറാക്കാനോടിന് കുട്ടി ചോറാക്കാനോടിന്. രണ്ടോട്ടം രണ്ടാണി, രണ്ടോട്ടം രണ്ടാണി, രണ്ടോട്ടം രണ്ടാണി. ചിലര് കരയിനെ കണ്ട കരയാതിരിക്കാൻ കഴിയില്ല, ചിലര് ചിരിക്കണ കണ്ട ചിരിക്കാതിരിക്കാൻ കഴിയില്ല. കൂട്ടുണ്ടാക്കാൻ എളുപ്പല്ല, കൂട്ടത്തിൽ ചേരാൻ എളുപ്പല്ല. കൂട്ടത്തെ കൂട്ടിപ്പിടിച്ച് നേരിനു വേണ്ടി കൂവി വിളിക്കാൻ എളുപ്പല്ല, അത്ര എളുപ്പല്ല. ചോറിന് വേണ്ടോടിന് ചിലർ ചോറിന് വേണ്ടോടിന് ചിലർ ചോറാക്കാനോടിന് കുട്ടി ചോറാക്കാനോടിന്. രണ്ടോട്ടം രണ്ടാണി, രണ്ടോട്ടം രണ്ടാണി, രണ്ടോട്ടം രണ്ടാണി, രണ്ടോട്ടം രണ്ടാണി. താങ്ക് യു.